ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനും അതുപോലെ തന്നെ ടർബോ മൂവിയുടെ തിരക്കഥാകൃത്ത് കൂടിയായിട്ടുള്ള നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആൻഡ് അഞ്ജന ജയപ്രകാശ്. വെൽക്കം ടു റേഡിയോ മലയാളം 98.6 FM. താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഖത്തർ മൊത്തം കാത്തിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ദുബായിലെ ആ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് അത്ര വലിയൊരു ഹ്യൂജ് ഇമ്പാക്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടാക്കിയത്. സോ നേരിട്ട് വിറ്റ്നസ് ചെയ്തപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എക്സൈറ്റ്മെന്റ്സ് ഉണ്ട്? എനിക്ക് മിഥുൻ മാനുവൽ എന്ന് തുടങ്ങാൻ തോന്നുന്നു. അതെ, നേരിട്ട് ദുബായിൽ പ്രൊമോഷൻ എങ്ങനെ ഉണ്ടായിരുന്നുള്ളതാണോ ചോദ്യം? ഭയങ്കര ഇമ്പാക്ട് ആണല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും ഒരു ഉത്സവത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിരുന്നു. അവിടെ അത്രയും ആളുകള്, അതിനിടയിൽ ഞാൻ അങ്ങനെ അത്രയും വലിയൊരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അത്രയും ആളുകൾ ലൈവായിട്ട് നമ്മുടെ ട്രെയിലർ അവിടെ കാണിക്കുന്നു. ക്രൗഡിന്റെ റെസ്പോൺസ് ഗംഭീരമായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് മമ്മൂക്കയുടെ സാന്നിധ്യം, പിന്നെ ട്രെയിലർ കാണിക്കുന്നതിന് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. കാരണം ടർബോന്റെ ഔട്ട് ആദ്യമായിട്ട് ലോകം കാണുകയാണല്ലോ, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പോസ്റ്റേഴ്സ് അല്ലാതെ. അപ്പോ അത് ഇറ്റ് വാസ് റിയലി അമേസിംഗ്. ഓക്കെ, താങ്ക് യു. ആൻഡ് അഞ്ജനനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എന്താ പറയുന്നത്, ജനിച്ച് വളർന്ന് 12th വരെ പഠിച്ചത് ദുബായിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു പടം, ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ, അതും ഇത്രയും ഹ്യൂജ് ആയിട്ട് നടക്കുന്നു. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ 12th വരെ ഷാർജയിലാണ് പഠിച്ചത്. ബട്ട് യു ആർ റൈറ്റ്, ഇറ്റ്സ് വെരി സിമിലർ. എന്റെ ഫാമിലി ഉണ്ടായിരുന്നു, അതായത് എന്റെ ബ്രദർ, എന്റെ ഫ്രണ്ട്സ്, എന്റെ സ്കൂൾ ഫ്രണ്ട്സ്. സോ എന്താണ്, ഓൾറെഡി ഒരു വളരെ സ്പെഷ്യൽ ഇവന്റ് ആണ്. ഇതുകൊണ്ട് ഇറ്റ് ജസ്റ്റ് ബിക്കെയിം ഒരു ഡബിൾ സ്പെഷ്യൽ. നമുക്ക് അറിയാവുന്നവരും നമ്മളെ ചെറുപ്പം തൊട്ട് അറിയാവുന്നവരും കണ്ടു വളർന്നവരും കുറെ പേരുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ. ഓക്കെ, ഓൾ റൈറ്റ്. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് മമ്മൂക്ക ഇതിന് മുൻപ് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം പ്രൈവറ്റ് ഒക്കേഷൻസ് ആയിരുന്നു. അപ്പൊ ഒരു ക്ലോസ്ഡ് സെറിമണിയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് മമ്മൂക്ക ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നതെന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഇവന്റ് ആണ്. ആൻഡ് നമുക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കാണാൻ പറ്റും, എയർപോർട്ടിൽ വന്നാൽ കാണാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് കോൾസും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസ് പടമാണല്ലോ. ഇപ്പൊ ഇതുവരെ മമ്മൂട്ടി കമ്പനി നോക്കുകയാണെങ്കിൽ കുറേയധികം ക്ലാസ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ മമ്മൂക്കയുടെ ഒരു മാസ് പടം, അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കാൻ പറ്റുന്ന ഒരു പടം, അങ്ങനെയുള്ള വിശേഷണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ആസ് എ റൈറ്റർ, എന്താണ് ഈ ഒരു മൂവിനെ കുറിച്ച് ശരിക്കുമുള്ള ഒരു തോട്ട്? ഒരു മാസ് പടം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് എന്റർടൈനർ ആണെന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കാണാവുന്ന ഒരു എന്റർടൈനർ. ആക്ഷൻ ഉണ്ട്, കുറച്ച് ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഒരു സർവൈവൽ മോഡ്, ത്രില്ലർ മോഡിലേക്ക് സിനിമ പോകും. അപ്പൊ അങ്ങനെ കാലിക പ്രസക്തമായ ഒരു ഇഷ്യൂ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കാണാവുന്ന ഒരു എന്റർടൈനർ. അപ്പൊ അതിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ അതിന്റെ ഹൈലൈറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് ഒരുപാട് ആക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ അതൊരു വലിയ മാസപടമാണെന്ന് വിചാരിക്കുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു എന്റർടൈനർ അല്ലേ, നമ്മളത് ആ വാക്കാണ് നമ്മൾ അന്നും ഇന്നും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു വാക്ക്. അതെ, വൈശാഖേട്ടൻ ഒരു എന്റർടൈനർ ഒരുക്കിയിരിക്കുന്നു. അതെ, അപ്പൊ ടർബോ തിയേറ്ററുകൾ തീ പാറിക്കും, അത് പറയാൻ പറ്റുമോ? ഇപ്പൊ അതെ, നിങ്ങളാണ് പറയേണ്ടത്. കണ്ടതിന് ശേഷം തീ പാറുവോ പാറില്ലയോ എന്നൊക്കെ. ഇപ്പൊ സീൻ മാറ്റുമെന്ന് ചോദിക്കുന്നതിന് പകരം തീ പാറിക്കോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് അഞ്ജനയുടെ ശരിക്കും സെക്കൻഡ് മലയാളം മൂവിയാണ് അല്ലെ? ഓക്കെ. ആൻഡ് ഹംസദുരയിൽ നിന്ന് മാറിയോ? ഇപ്രാവശ്യം ഇന്ദുലേഖയാണ്. ഓക്കെ. ഇന്ദുലേഖയാണ്. പാച്ചുവും ടർബോ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ് ആണ്. അപ്പൊ ആ ജോണറിന്റെ വ്യത്യാസം എന്തായാലും കഥാപാത്രത്തിനും അതിന്റെ ഒരു എന്താ പറയാ പ്രസന്റേഷനും വരും. അതിൽ കുറെ കൂടെ സട്ടിലായിരുന്നു, ഇതില് അധികം സട്ടിലല്ല. കുറെ കാര്യങ്ങളൊക്കെ കുറച്ച് ലൗഡായിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നമ്മള് ദുബായിൽ കുറെ പേരെ കണ്ടു, ഖത്തറിലുള്ളവരെ കൂടി കാണാൻ പോവാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഇൻ ഖത്തർ. അപ്പൊ ഫസ്റ്റ് ടൈംസ് ആർ ഓൾവേസ് സ്പെഷ്യൽ. അതുകൊണ്ട് അത് ഫസ്റ്റ് ടൈം ഇത്രയും വലിയൊരു ഇവന്റ് ഭാഗമാകാൻ കഴിയുന്നത് വെരി നൈസ്. ഓക്കെ. ഈ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ വിട്ട് പറയാനുള്ള സാധ്യത ഉണ്ടാകത്തില്ലല്ലോ ഈ ഒരു സമയം? ജോസേട്ടായെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജോസേട്ടായി നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടുമ്പുറത്തോ നഗരങ്ങളിൽ എവിടെയാണെങ്കിലും നമ്മുടെ സൗഹൃദ വലയത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഒരു കൗമാരകാലത്തോ അല്ലെങ്കിൽ കുട്ടിക്കാലത്തോ കൗമാരകാലത്തോ യൗവനത്തിന്റെ ആരംഭത്തിലോ ഒക്കെ നമുക്ക് ഒരു ഹീറോ വർഷിപ്പ് എന്നൊരു ചേട്ടായി ഉണ്ടാവും, നമ്മളെക്കാൾ മുതിർന്നത്. അപ്പൊ ഇൻസ്പയർഡ് ആണോ ഈ ഒരു ക്യാരക്ടർ? അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾ ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് താല്പര്യം തോന്നി, ഹീറോ വർഷിപ്പ് തോന്നിയ നമ്മുടെ കൂട്ടത്തിലെ സീനിയർ ആയിട്ടുള്ള ഒരു ചേട്ടൻ, ചേട്ടായേ എന്ന് വിളിക്കുന്ന ഒരാൾ.
അങ്ങനത്തെ ഒരാളാണ് ജോസേട്ടായി. ഓക്കെ, അങ്ങനെ ഈ ജോസേട്ടൻ എന്ന് പറയുമ്പോൾ മമ്മൂക്ക ചേർന്ന ഒരുപാട് അച്ചായൻ കഥാപാത്രങ്ങളുണ്ടല്ലോ. എനിക്കത് മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിൽ അച്ചായൻ കഥാപാത്രങ്ങൾ ചെയ്യാൻ മമ്മൂക്ക തന്നെ ഉള്ളു അല്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ? മിഥുൻ മാനുവൽ അച്ചായൻ കഥാപാത്രങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെ, പക്ഷെ നമ്മൾ ഇതിനകത്ത് ജോസ് അച്ചായനല്ലോ, ജോസേട്ടായാണ്. അപ്പൊ അവള് സേഫില്ല. ഇവിടെ ജോസേട്ടായി ആണ്, ജോസേട്ടായാണല്ലോ, അങ്ങനെ പുള്ളിയൊരു ചേട്ടായി. ഓക്കെ, മിഥുൻ ചേട്ടായിയോട് ഇപ്പോ എല്ലാവരും ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയായിരിക്കും. എപ്പോഴാണ് നമ്മുടെ ആട് 3 വരുന്നുണ്ടാകുക? അടുത്ത് ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ ആട് 3 ആണ്. ആട് 3 ആണ്. അത് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. അപ്പൊ എത്ര നാൾ നമ്മൾ വെയിറ്റ് അത് ചെയ്തിരിക്കേണ്ടത്? കുറച്ച് വലിയ സിനിമയാണ്, കുറച്ച് ടെക്നിക്കൽ സന്നാഹങ്ങൾ ഒരുക്കാനുണ്ട്, കുറച്ച് വലിയ ക്യാൻവാസിൽ ഒരുങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ്. ഓക്കെ, പുതിയൊരു സാധനം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും, അതിന്റെ പ്രിപ്പറേഷൻ പരിപാടിക്കായിട്ട് കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം വരുന്നതല്ലേ, തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഒരു ഗ്രാൻഡൂറിൽ എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന. അതെ അതെ. ആൻഡ് നമ്മള് ഖത്തറില് മിഥുൻ വന്നിട്ട് ഇപ്പൊ കുറെ കാലം. ഞാൻ ഒരു 3-4 വർഷം മുൻപ് വന്നതാണ്. വേൾഡ് കപ്പിന് വരാൻ പറ്റിയായിരുന്നു? വേൾഡ് കപ്പിന് വരാൻ പറ്റിയില്ല. ഞാൻ ലാസ്റ്റ് ഭയങ്കര കടുത്ത അർജന്റീന ഫാനാണ്. അങ്ങനെ ഓരോ കളി കഴിയുന്നതോറും നമുക്ക് എക്സൈറ്റ്മെന്റ് കയറി. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ടിക്കറ്റ് ഒക്കെ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി ഫൈനലായപ്പോ സമാധാനം, ഫൈനൽ കണ്ടേക്കാം. ലാസ്റ്റ് ഞാൻ കേറുന്നതിന് മുന്നേ ടിക്കറ്റ് ഒക്കെ സെറ്റായിരുന്നു. കേറുന്നതിന് മുന്നേ ഞാനും പുള്ളിയും കൂടെ ചർച്ച ചെയ്തു. നമ്മുടെ ചെറുത്താൻ ലാസറായിട്ട് അഭിനയിച്ച കക്ഷിയാണ് ആട് 2. അപ്പോൾ ഞാനും പുള്ളിയും കൂടെ ചർച്ച ചെയ്തപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, അതെ മിഥുൻ ബ്രോ, ഇനിയിപ്പോ ഇത്രയും മിഥുൻ ബ്രോ വരാതിരുന്നപ്പോ തന്നെ നമ്മൾ ഫുട്ബോളിൽ അങ്ങനെ പല അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ, മെസ്സി ജയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി നിങ്ങൾ ഫൈനലിലോ അതെ. അപ്പൊ ഞാൻ ഉപയോഗിച്ചു, ദൈവം ഇനി ഞാൻ സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കരയേണ്ടി വരുമോ, തൽക്കാലം TV കണ്ടേ. പക്ഷെ അത് ജീവിതത്തിൽ വലിയൊരു മിസ്സായി പോയി. പിന്നെ നമ്മൾ പക്ഷെ എന്തായാലും വന്നില്ല. ഞാൻ വരാൻ വേണ്ടി റെഡി ആയതാണ്, ടിക്കറ്റ് എടുത്തെല്ലാം സെറ്റായി കയറിയേക്കാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇനി ഞാൻ കാരണം ഞാനും പുള്ളി കൂടെ പറഞ്ഞ് ഒരുപാട് ചിരിച്ചത്. എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയിലേക്കുള്ള എൻട്രി? ഹംസദ് വനി കണ്ടിട്ടാണോ വിളിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പാച്ചു കണ്ടിട്ട് തന്നെയാണ്? കുറച്ച് അതിന്റെ റിലീസ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് എനിക്ക് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. ഇങ്ങനെ ഒരു ഓൾ ബിഗ് നെയിംസ്, വൈശാഖ് സർ സംവിധാനം ചെയ്യുന്ന, മിഥുൻ ചേട്ടൻ എഴുതുന്ന, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമുക്ക് അഭിനയിക്കുന്ന ഒരു പടം. അപ്പൊ തന്നെ ഞാൻ കിടന്നുകൊണ്ടിരുന്ന ആളൊന്നും ഇരുന്നു. അപ്പൊ എന്താണ്, അപ്പൊ ഇങ്ങനെ വൈശാഖ് സാറിനോട് സംസാരിച്ചോളൂ, ഇന്ദുലേഖ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. വൈശാഖ് സാർ നരേറ്റ് ചെയ്തോളൂ. അപ്പൊ ഐ ഹേർഡ് ദ നരേഷൻ, ക്യാരക്ടറും എല്ലാം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കഥയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ വൈശാഖ് സാർ വാസ് വെരി റെസ്പോൺസീവ്. എന്ത് ചോദ്യങ്ങളും അല്ലെങ്കിൽ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ശല്യപ്പെടുത്തി. അപ്പൊ ഹി വാസ് ഓപ്പൺ ടു ഓൾ ദാറ്റ്. അപ്പൊ എനിക്ക് കോൺഫിഡൻസോടെ ഞാൻ യെസ് എന്ന് പറഞ്ഞു. കുറെ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോ ഇപ്പൊ റീസെന്റ്ലി കൂടി ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്തതിന്റെ, അതായത് ഇപ്പൊ ഈ ക്യാരക്ടറിന്റെ അതെ അതിന്റെ ഓഡിഷന്റെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഇതുപോലെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും പറയും ഓഡിഷൻ ഒന്നും പോയിട്ട് കാര്യമില്ല, അതൊക്കെ വെറുതെയാണ്, നമ്മൾ ക്യൂ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും ഗിവ് അപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്, ബിക്കോസ് ഡെഫിനറ്റ്ലി ഇവിടെ കുറെ വർക്ക്ഷോപ്സും ആക്ടിംഗ് വർക്ക്ഷോപ്സും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്താണ് ഇങ്ങനെ ഒരു, അതായത് ഓഡിഷൻ ത്രൂ വന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഓഡിഷൻസ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ചില ടീംസ് ഉണ്ട്. ആസ് എ മാർക്കറ്റിംഗ് ടൂൾ ഓഡിഷൻസിനെ ഉപയോഗിക്കുക, കുറെ പേരെ വിളിക്കുക, അതൊരു ഫോട്ടോഗ്രാഫ്, ഒരു ആ ക്യൂവിന്റെ ഒക്കെ ഒരു ഫോട്ടോഗ്രാഫ് ഒക്കെ എടുത്ത് ഇത്രയും പേര് വന്നു, 500 പേര് വന്നു അങ്ങനെയൊക്കെ. ബട്ട് ദെൻ എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് കോൾസ് സ്പെസിഫിക് ആവുമ്പോ ദർ ആക്ച്വലി ലുക്കിംഗ് ഔട്ട് ഫോർ ഇത്. അതായത് ഇപ്പൊ ഈ ഓൾ ജെൻഡേഴ്സ്, ഓൾ ആൾക്കാര്, അതിനേക്കാളും അങ്ങനെ അത് അവര് ശരിക്കും സിൻസിയറായിട്ട് ചെയ്യുന്നില്ലെന്നല്ല, പക്ഷെ അതിനേക്കാളും ഐ തിങ്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഇന്ന ക്യാരക്ടർ, ഇന്ന ഏജ് ഗ്രൂപ്പ്, ഇപ്പൊ 25 to 35 ഉള്ള ഒരു ഫീമെയിൽ, അല്ലെങ്കിൽ 60 ഉള്ള ഒരു നോട്ടീസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ജെന്യുവൻ ആണോ അല്ലയോ എന്നുള്ളത്. അതായത് വളരെ സ്പെസിഫിക് ആയിട്ടാണെങ്കിൽ ഐ ഫീൽ ഇറ്റ്സ് മോർ ജെന്യുവിനേക്കാൾ ഉപരി ഐ തിങ്ക് യു ഹാവ് മോർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ എന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഓഡിഷൻ കോൾസ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എന്റെ ഡെബ്യൂ എന്ന് പറഞ്ഞ ദുർവാങ്ങൽ 16 ആയിരുന്നു, കാർത്തിക് നരേ എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പൊ അത് കഴിഞ്ഞു, അതൊരു ഓൾമോസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു ഇതാണ്. എനിക്കൊന്ന് റഹ്മാൻ സാറെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഓക്കെ ഫിലിം സ്റ്റാർ എന്നുള്ളത്. പിന്നെ ഞാൻ ക്വീൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തു ഗൗതം മേനൻ. അത് ഒരു ജയലളിത ഇൻസ്പയർഡ്, ജയലളിതയുടെ ക്യാരക്ടറിന്റെ ഒരു യങ്ങർ വേർഷൻ എന്നുള്ള പോലെയായിരുന്നു. പിന്നെ ഐ ഡിഡ് OTT ഫിലിം വിത്ത് അക്ഷര ഹാസൻ, കമൽഹാസന്റെ ഡോട്ടർ. സോ ദീസ് ആർ, ഇതൊക്കെയാണ് ചെയ്ത. പാച്ചിന് മുമ്പ് ഇതൊക്കെയാണ് ചെയ്തത്. വലിയ വലിയ പേരുകളുള്ള പ്രൊഫൈലാണ്. തീർച്ചയായിട്ടും. എന്തായാലും എനിക്കൊന്ന് നമ്മുടെ ജോസേട്ടൻ
ജോസേട്ടന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര വലിയൊരു വില്ലനായിട്ടുള്ള ജോസേട്ടനാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാവം വില്ലനാണോ ഏതാ ശരിക്കും? ജോസേട്ടായിയാണോ? ജോസേട്ടായി ജോസേട്ടായി വില്ലനല്ലോ, നായകനല്ലേ? ഈ ഒരു ചെറിയൊരു വില്ലൻ തിരക്ക് ഉണ്ടല്ലോ. ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുകയാണ്. അതെ, അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല, അങ്ങനെയില്ല. പുള്ളി ഒരു പാവം നാട്ടിൻപുറത്തെ ജീപ്പ് ഡ്രൈവറാണ്. നാട്ടിൻപുറത്തുകാരൻ ജീപ്പ് ഡ്രൈവറാണ്. ജീപ്പ് ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെയൊക്കെ ട്രക്കിങ്ങിനെ കൊണ്ടുപോകുന്ന, സൈറ്റ് സീയിങ്ങിനെ കൊണ്ടുപോകുന്ന, ഓക്കെ, പള്ളി പെരുന്നാളൊക്കെ കൂടി ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോകുന്നൊരു ജോസേട്ടൻ. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, 1 കോടിയോളം ടിക്കറ്റ്സുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അല്ലേ? അങ്ങനെ ഒരു അപ്ഡേറ്റ് എങ്ങാണ്ട് ഞാൻ ആരോ ഫോർവേഡ് ചെയ്ത് കണ്ടു. അതെ, ഇല്ല ശരിക്കും ഉള്ളതാണോ? അത് എനിക്കിപ്പോ ഒരു ഉള്ളതാണോ? അത് കനത്ത ബുക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ മറ്റേ ഒരുപാട് ചാനലിൽ വന്ന സ്ക്രീൻഷോട്ട് ഒക്കെ പാരവച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ബുക്കിംഗ് ഗ്ലോബലായിരിക്കും. അതെ, ഗ്ലോബലാണ്. അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വിജയകരമാകട്ടെ. എനിക്കൊന്ന് ടൈം നമുക്ക് വളരെ കുറവാണ്. ഒരുപാട് പേര് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. അബുസിദ്ര മോളിലേക്ക് എത്തിക്കൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളല്ല മമ്മൂക്കാരെ സൈഡിൽ കൂടി സൈഡിൽ കൂടെ. അതെ, അല്ല ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരുപാട് അല്ലേ, എല്ലാ ദിവസവും പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നു. അതെ, അന്ന് തുടങ്ങിയ പ്രൊമോഷൻ, ദുബായിലെ ട്രെയിലർ ലോഞ്ചോട് കൂടി തുടങ്ങിയ പ്രൊമോഷനാണ്. അന്ന് തുടങ്ങിയതാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. 20 ഇന്റർവ്യൂസ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മിഥുൻ മാനുവൽ തോമസ്. അഞ്ജന കുറച്ചുകൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് മിഥുൻ സർ താങ്ക് യു. വലിയ പേര് കിട്ടിയപ്പോ വേറൊരു പരിപാടിയുണ്ട്. അതെ, നൈസായിട്ട് ഒഴിവാക്കാനുള്ള വേറൊരു പരിപാടിയുണ്ട്. നോ പ്രോബ്ലം. അപ്പൊ ഓക്കെ, അതെ, പെട്ടെന്ന് താങ്ക് യു സർ, താങ്ക് യു സർ. ഓൾറൈറ്റ്, അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് അഞ്ജന നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. സോ മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളൊരു ചെറിയ ബ്രേക്ക് എടുത്തതാണ്. ആൻഡ് അഞ്ജനയുടെ വിശേഷങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ആൻഡ് ഇപ്പൊ ലൈവിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. സോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ജനയുടെ അടുത്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റേഡിയോ മലയാളത്തിന്റെ ഓൺ എയർ ആൻഡ് ഫേസ്ബുക്ക് ലൈവിലൂടെ നമ്മളിങ്ങനെ ലൈവായിട്ട് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കിപ്പം കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ്. ബിക്കോസ് ആ പേര് തന്നെ ഇനഫ് ആണ്. പിന്നെ മമ്മൂക്കന്റെ കൂടെ ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു. അപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പാച്ചുവും അത്ഭുതവിടക്കമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത്, സീരിയസ്ലി ഞാൻ പറയട്ടെ, അഞ്ജനന്റെ പേര് ഇവിടെ ഈവൻ നമ്മുടെ സ്റ്റുഡിയോയിലാണെങ്കിൽ തന്നെ അഞ്ജന വരുന്നു എന്നല്ല, ഈ ഹംസധ്വനി വരുന്നുണ്ടോ, അങ്ങനെയാണ്. അതെ, അങ്ങനെയാണ് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ഈവൻ നമ്മൾ അറിയാണ്ട് പോലും ഹംസധ്വനി വിളിക്കണ്ടേ എന്നുള്ളതാണ് മൈൻഡിൽ പേര് എപ്പോഴും സ്റ്റക്ക് ആവുന്നത്. അപ്പൊ ആ ഒരു സിനിമ കഴിഞ്ഞതിന്റെ ശേഷം മമ്മൂക്കേന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോജക്ട് വരുന്നു. അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നോ ലൈക്ക് ഇങ്ങനെ ഒരു എടുക്കുന്ന സമയത്ത്? ടെൻഷൻ എല്ലാ മലയാളികളും എന്താ പറയാ കണ്ടു വളർന്ന ഒരു ഫേസ് ആണ് ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം ഇത്രയും സ്റ്റാർട്ടത്തിന്റെ മാത്രമല്ല, ഹീസ് ഓൾസോ വെരി സീനിയർ ആക്ടർ അല്ലെ, ഇത്രയും വർഷത്തെ ഡെക്കേഡ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ്. അപ്പൊ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക എല്ലാവരും കംഫർട്ടബിൾ ആക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് പുള്ളി. ഹീസ് ഓൾസോ ദ പ്രൊഡ്യൂസർ. അപ്പോ ഹി മെയ്ഡ് എവരി വൺ കംഫർട്ടബിൾ. വൺസ് ആ ഒരു സീൻസിലോട്ട് കടക്കുന്നവരെ ആയിരുന്നു ആ ടെൻഷൻ. പുള്ളി ഫസ്റ്റ് കണ്ട ദിവസം വരുന്ന ഒരു ടെൻഷനും പിന്നെ ഒരു സ്റ്റാർ സ്ട്രക്ക് ആ ഒരു ഫീലിംഗ്. പിന്നെ സീൻസ് അഭിനയിക്കാൻ തുടങ്ങിയപ്പോ അത് പോയി. ഓക്കെ, ആൻഡ് ഈ ഒരു മൂവി സെറ്റിൽ ആണെങ്കിലും കുറെ പേര് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബിന്ദു പണിക്കർ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, അങ്ങനെ സുനിൽ എന്ന് പറഞ്ഞു തെലുഗു, രാജ്ബി ഷെട്ടി, കുറെ പേരുണ്ട്. അപ്പൊ നിരഞ്ജന, ശബരീഷ് വർമ്മ, കുറെ പേരുണ്ട്. അതും ഒരു എന്താ പറയുന്നത് നൈസ് എക്സ്പീരിയൻസ് അല്ലേ? കാരണം ഇവരെല്ലാരെയും ഇത്രയും ടാലന്റഡ്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വരിക എന്ന് പറയുന്നത് ആണ്. കാരണം എനിക്കൊന്നും ഞാൻ തമാശക്കെന്ന് പറഞ്ഞു, ഞാനൊരു 2-3 പടത്തിൽ മീറ്റ് ചെയ്യേണ്ട ആൾക്കാരെയാണ് ഞാനൊരു ഒറ്റ പടത്തിൽ മീറ്റ് ചെയ്തത്. അപ്പോ ഫ്രം അതർ ലാംഗ്വേജസ് ഓൾസോ, രാജ്ബി ഷെട്ടി ആയാലും സുനിൽ ആയാലും കബീർ സിംഗ് എന്ന് പറഞ്ഞ് ഫ്രം നോർത്ത്. പിന്നെ മലയാളത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ബിന്ദു ചേച്ചി, ദിലീഷ് പോത്തൻ, കുറെ പേര്, ശബരീഷ് വർമ്മ. ലോട്ട് ഓഫ് കോമഡി. എനിക്ക് കോമ്പിനേഷൻ ഇല്ലാത്ത കുറെ ആർട്ടിസ്റ്റും ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കണ്ടിട്ട് ഓക്കെ ഈ സീനായിരുന്നു ആ സീനായിരുന്നു അങ്ങനെ പറയാം. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം എന്താ പറയാ, ഒരു ഭയങ്കര ഫ്രണ്ട്ലി ഒരു സെറ്റ് ആയിരുന്നു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി അടിയും വഴക്കൊക്കെ സ്ക്രീനിലേ ഉള്ളൂ. ഓഫ് സ്ക്രീൻ ഈവൻ മീ ആൻഡ് ഷെട്ടി, ഓൺ സ്ക്രീൻ വേറെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഓഫ് സ്ക്രീൻ വി ആർ ഓൾ ഫ്രണ്ട്ലി. ഇപ്പൊ ചിറ്റ് ചാറ്റിംഗ്, മിഥുൻ ചേട്ടനായാലും ആരായാലും ഇറ്റ് വാസ് വെരി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ സെറ്റിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ നമുക്കൊരു ബെസ്റ്റ് കമ്പനി എന്നൊക്കെ പറയാൻ പറ്റില്ലേ, അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നത് ആരുടെ കൂടെ ആയിരുന്നു? എനിക്ക് ആമിന നിജാം എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട്.
ഷീ പ്ലേസ് എ റോൾ. ഷീ പ്ലേസ് നിരഞ്ജന എന്ന് പറഞ്ഞൊരു റോൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. എനിക്ക് കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. സോ ഐ വാസ് പ്രിറ്റി ക്ലോസ് വിത്ത് ഹെർ. പിന്നെ ഐ വാസ് ബിന്ദു ചേച്ചി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ വി ബിക്കേം വെരി ക്ലോസ്. പുള്ളിക്കാരി തമാശയും കാര്യങ്ങളും. ആൻഡ് ഓൾസോ ഷെട്ടി, രാജ്ബി ഷെട്ടി ഓൾസോ. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഓൺ സ്ക്രീൻ. പക്ഷെ നമ്മുടെ ഒരു വൈബ് സെറ്റ് ആയി. ഓക്കെ, ശരി. എങ്ങനെയാണ് ഒരു ആക്ട്രസ് ആവണം എന്നുള്ളത് തുടക്കം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു? അതല്ലാന്നുണ്ടെങ്കിൽ വഴിയിൽ നിന്ന് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട്, ഇനി അതും അല്ലെങ്കിൽ ചിലപ്പം ആക്സിഡന്റലി വന്ന് ചേർന്ന ഒരു കരിയർ? ആക്സിഡന്റലി വന്നാണ്. എനിക്ക് അങ്ങനെ എന്താ പറയാ, കൊച്ചിലെ തൊട്ട് അങ്ങനെയില്ല. വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ കോളേജ് ഞാൻ അപ്പോഴാണ് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നത്. അപ്പൊ there was this short film called Muse that I did. അപ്പൊ അതിൽ നിന്നാണ് എനിക്കൊരു ആക്ടിങ് ഇൻട്രസ്റ്റ് തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ അഭിനയിക്കുന്നത്. അതിന് മുമ്പ് ഡ്രാമയോ സ്കൂൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആക്ടിങ് ഡിസ്കവർ ചെയ്തപ്പോ നമ്മൾ ഇത് കൊള്ളാലോ, ഇത് രസമുണ്ട്, ഐ റിയലി ലൈക്ക് ദിസ് എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് അത് വന്നത്. സോ ഇങ്ങനെ ഒരു കരിയർ ഞാൻ പെർസ്യൂ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ സമയത്ത് ഫാമിലിന്റെ സൈഡിൽ നിന്നുള്ള ഒരു എന്താ പറയണത്, ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നു അല്ലെങ്കിൽ? അവര് എനിക്കൊന്ന് ഫസ്റ്റ് തോട്ട് അത്ര സീരിയസ് ആയിട്ടല്ല, നോട്ട് എഗൻസ്റ്റ് ഇറ്റ്. പക്ഷെ അവര് ഒരു തമാശ, ഇപ്പൊ തോന്നുന്ന ഒരു തമാശ, അല്ലെങ്കിൽ ചിലപ്പോ 1-2 സിനിമ കഴിയുമ്പോൾ തിരിച്ചു വരുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ആണെന്ന് മനസ്സിലായി കഴിയുമ്പോ അങ്ങ് പിന്മാറുമായിരിക്കും. നമുക്ക് ഇടയ്ക്കുണ്ടല്ലോ ചെറിയൊരു മുഖം കാണിക്കണം, അങ്ങനെ ഒരു ഇതാണ് അവർ വിചാരിച്ചത്. പിന്നെ ആഫ്റ്റർ കോളേജ് ഞാൻ ഐ ഹാഡ് ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ഇൻ കൊച്ചി. മൈ പേരൻസ് അപ്പോഴും വർക്ക് ചെയ്യുമായിരുന്നു ദുബായില്. അപ്പൊ അങ്ങോട്ട് വന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ. ഞാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല, അവിടുന്ന് ട്രൈ ചെയ്ത് ഫ്ലൈറ്റ് പിടിച്ച് അങ്ങനെയൊന്നും ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഞാൻ കൊച്ചിയിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാം, ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ തന്നെ ചെയ്തു. അപ്പോഴാണ് അവര് ഈ കുട്ടി ഇത്ര സീരിയസ് ആയിട്ട് പറയൂ, ഞങ്ങൾ ഓർത്ത ഒരു പാസിംഗ് ഇതായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ then they were fully supportive. അത് കഴിഞ്ഞിട്ട് ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, ചേട്ടൻ. Okay. അച്ഛൻ വാസ് എ സെയിൽസ് മാനേജർ, അമ്മ വാസ് എ നഴ്സ്. രണ്ടുപേരും ഇപ്പൊ റിട്ടയർ ആയി ലാസ്റ്റ് ഇയർ. ബ്രദർ ഇസ് സ്റ്റിൽ വർക്കിംഗ് ഇൻ ദുബായ്. ഓക്കെ. അഞ്ജനയുടെ ഈ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഇത് നമുക്കൊരു സർപ്രൈസിംഗ് ആയിരുന്നു. അടുത്തതും ഇനി സർപ്രൈസിംഗ് ആ കുട്ടിയല്ലേ ഇത് എന്ന് തോന്നുന്ന ഒരു സംഭവമായിരുന്നു പോസ്റ്റർ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോ അടുത്തതും ഒന്നും പറയില്ല, അടുത്തൊന്നും പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടുന്നല്ലേ? ഓൾറൈറ്റ്. പറഞ്ഞോളെ പോകേണ്ട സമയം ഞാനത് വീണ്ടും പറയാൻ വന്നതാണ്. അതെ അതെ, നമുക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം അങ്ങോട്ടേക്ക്, നമ്മുടെ അബൂസിദ്ര മോളിലേക്ക്. പ്രത്യേകിച്ച് മമ്മൂക്ക റെഡിയായി. ഇനിയിപ്പം മമ്മൂക്കൊപ്പം തന്നെ നിങ്ങളും അങ്ങോട്ടേക്ക് നേരെ പോവുകയാണ്. അപ്പൊ ആദ്യം നിങ്ങളാണ് എത്തുന്നത്? ആദ്യം ഞങ്ങളാണ് എത്തുന്നത്. എൻട്രി എനിക്ക് തോന്നുന്നു ഒരുമിച്ചായിരിക്കും, പക്ഷേ ഐ തിങ്ക് വെന്യൂലോട്ട് ഓഫ് കോഴ്സ് ഞങ്ങളായിരിക്കും ആദ്യം എത്തുന്നത്. ഓക്കെ. അപ്പൊ നേരെ അഞ്ജന അങ്ങോട്ട് വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും പുറപ്പെട്ടോ? പുറപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പുറപ്പെടും. അതെ, അഞ്ജന ഇൻവൈറ്റ് ചെയ്യണം എല്ലാവരും. അബൂസിദ്ര മോളിലോട്ട് വരൂ. വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം ദെയർ. മമ്മൂക്കയെ കാണാം, അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ ഒന്ന് കാണാം. ഇറ്റ് വിൽ ബി എ വെരി ഫൺ ഇവന്റ്. അതുകൊണ്ട് എല്ലാവരും വരൂ പ്ലീസ്. തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു സോ മച്ച് അഞ്ജന, ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ജോയിൻ ചെയ്തതിൽ. ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഞങ്ങൾ പാച്ചു അത്ഭുതങ്ങളൊക്കെ കണ്ട സമയത്ത് തന്നെ അന്ന് ഞങ്ങൾ വിളിക്കണമെന്ന് ട്രൈ ചെയ്തിരുന്നു. നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഹംസധ്വനിയുടെ കോമഡി സമയത്തൊക്കെ നന്നായിട്ട് ചിരിച്ചിരുന്നു, ഫഹദുമായിട്ട് എടുത്തിരുന്ന സമയത്ത്. ഹംസ എന്ന് വിളിച്ചിട്ടുണ്ട്. പുള്ളി ഭയങ്കരമായിട്ട് ഇംപ്രോവൈസേഷൻ ചെയ്യുന്ന ഒരാളാണ് ഫഹദ്, എസ്പെഷ്യലി കോമഡി. ഇമോഷണൽ സീൻസിൽ അത്രയില്ല, കോമഡിയില്. അപ്പൊ ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ്, ചിരിക്കരുത് മറ്റേ 34 ഉത്രാടം അതൊക്കെ ഇംപ്രൂവ് ആണ്. അപ്പൊ ഞാൻ ചിരിക്കാനും പറ്റില്ല. ബട്ട് അതൊരു എന്താ പറയാ, ഒരു ടെന്നീസ് മാച്ച് കളിക്കുന്ന പോലെയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എവിടെ അങ്ങനെ ഓക്കെ. അപ്പൊ എന്തായാലും ഖത്തറിലേക്ക് വീണ്ടും വരിക, ഇങ്ങോട്ടേക്ക് വീണ്ടും വരിക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ എല്ലാവരും എത്തിച്ചേരേണ്ടത് അബൂസിദ്ര മോളിലേക്ക് തന്നെയാണ്. നമ്മുടെ ടർബോ മൂവിയുടെ ആ ഒരു പ്രൊമോഷൻ നടക്കുകയാണ്. ടർബോ കാർണിവൽ തന്നെയാണ് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടേക്ക് നമ്മൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. മമ്മൂക്കയുണ്ട്, മമ്മൂക്കയെ കാണാം. ആൻഡ് നമ്മുടെ അഞ്ജന ജയപ്രകാശിനെ കാണാം, മിഥുൻ മാനുവൽ തോമസിനെ കാണാം, രാജ്ബി ഷെട്ടിനെ കാണാം, കന്നഡ താരമാണ്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ പോവുകയാണ്. നേരെ വരിക. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമുക്ക് ഔട്ട്സൈഡ് ആണ്. സാധാരണ നമുക്ക് അബൂസിദ്ര മോളിൽ ഉള്ളിലായിരിക്കും പരിപാടി നടക്കാറുള്ളത്. പക്ഷെ ഇത്തവണ അത് പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്തെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഞാനത് ഒന്ന് എടുത്ത് പറയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന സമയത്ത് ഗേറ്റ് 1ഉം 5ഉം 6ഉം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ വെനുവിന്റെ ഗേറ്റ് 2ലേക്ക്, വെനു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് 2 ആണ്. അതുപോലെ തന്നെ ഗേറ്റ് 1, 5 and 6 ഇവിടേക്കാണ് നിങ്ങൾ, ഇതുവഴിയാണ് നിങ്ങൾ പോകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെല്ലാൻ പറ്റും. മറ്റുള്ള വഴികളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് എളുപ്പത്തിലുള്ള ആക്സസ് കിട്ടത്തില്ല. അപ്പൊ ഈ ഗേറ്റ് വഴി തന്നെ നിങ്ങൾ പോകുക എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്.
അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.